നമസ്കാരം. സ്കൈഷെയ്ഡ് പിക്ചേഴ്സ് USA ബാനറിൽ ആൻഡ്രൂ റോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാസി തോമസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന സ്മാർട്ട് ഫോൺ ലവ് എന്ന സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിലും വാഗമണ്ണിലും ന്യൂയോർക്കിലും പുരോഗമിക്കുന്നു. മലയാള സിനിമയിലെ മുൻനിരയിലുള്ള നടീനടന്മാരായ സായ് കുമാർ, ജയകൃഷ്ണൻ, ഹേമന്ത് മേനോൻ, നയന പ്രസാദ്, പത്മരാജ് രതീഷ്, സന്തോഷ് കി രാജൂർ, ബാലാജി ശർമ്മ, സരിത കപൂർ, എലിസബത്ത് എന്നിവർക്കൊപ്പം സജീവമായിക്കൊണ്ടിരിക്കുന്ന പ്രിൻസ്, ബാജി ജോർജ്, രഞ്ജൻ ദേ, രാജേഷ് അരിമാലി, അശ്വതി അശോക് എന്നിവരും ഈ സിനിമയുടെ ഭാഗമാകുന്നു. ഈ സിനിമയിൽ മനോഹരമായ 2 പ്രണയഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന അത്യധികം പുതുമയുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയായിരിക്കും ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന ഈ സിനിമ. TNN മലയാളം ന്യൂസ് ചാനലിന് വേണ്ടി ഞാൻ അനുജപിക്കും. സൈനിങ് ഓഫ്. എറണാകുളം, വാഗമൺ, തിരുവനന്തപുരം എന്നീ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ചിത്രീകരണം പൂർത്തിയായ ഈ സിനിമയിൽ സായ് കുമാർ, പത്മരാജൻ രതീഷ്, ബാലാജി, ഹേമന്ത് മേനോൻ, നയന പ്രസാദ്, അശ്വതി, എലിസബത്ത്, ജയകൃഷ്ണൻ, ബീന, രാജേഷ് അരിമാലി, പ്രിൻസ്, ബാജിയോ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ക്യാമറ ഷാഹുൽ ഷാ, ചീഫ് അക്കൗണ്ടന്റ് അജിത സി ശേഖർ, ലൈസൺ ഓഫീസർ സന്തോഷ് കവിയൂർ, മേക്കപ്പ് ബിന്ദു ജെ കായംകുളം. നന്മയോടൊപ്പം പല തിന്മകളും കാരണമാകുന്നുണ്ട്. അതാണ് ഈ ചലച്ചിത്രത്തിന്റെ ഇതിവൃത്തം. Such an amazing time doing Smart for Love. I can't thank you enough for making me a part of the production and all these beautiful, incredible people that are around me. Can't wait to see you in India. Save me a plate of tikka masala. ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കയറി പറയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഈ കഥാപാത്രം ചെയ്യുന്നത്. ഇയാൾ ഡൽഹി ബേസ്ഡാണ്. ഇവിടുത്തെ ഒരു കേസ് അന്വേഷണത്തിനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ക്രൂവിനെ സഹായിക്കാനും കൂടെ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്ന ഒരാളായിട്ടാണ് ഞാനത് ചെയ്തേക്കുന്നത്. തോമസ് എന്ന് പറയുന്ന ആളാണ് ഇത് സംവിധാനം ചെയ്തേക്കുന്നത്. അതിലുപരി അദ്ദേഹം എൻ്റെ നാട്ടുകാരൻ കൂടെയാണ്. അത് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത്. അതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിലേക്ക് വരാൻ കാരണമായത് അജിത എന്നെ ഇതിലേക്കാണ് ആദ്യം വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് സ്മാർട്ട് ഫോൺ ലവ് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഇപ്പോഴത്തെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പണ്ട് കുട്ടികളുടെ ഫോൺ കൊടുക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാ കുട്ടികളുടെയും അച്ഛനും അമ്മയും തന്നെ ഫോൺ തിരിച്ചു കൊടുത്തു തുടങ്ങി. എനിവേ, നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക, നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക. നല്ലൊരു ത്രില്ലർ സബ്ജക്റ്റാണിത്. സാധാരണ വെച്ച് താങ്ങുന്ന പോലെയല്ല, നല്ലതാണ്. കാണുക, ആസ്വദിക്കുക. നമസ്കാരം.
ഞാൻ പത്മരാജ് രതീഷ്. ഞാനിപ്പോൾ ഉള്ളത് സ്കൈ ഷെയർ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ചാർലി ജി തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ലവ് എന്ന പടത്തിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ ഈ പടത്തിൽ ഞാൻ ജാക്സൺ എന്നൊരു പ്രധാന കഥാപാത്രമാണ് പ്ലേ ചെയ്യുന്നത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ. ഈ പടം ഇന്നത്തെ പ്രസൻറ്റ് സിനാരിയോയിൽ നടക്കുന്ന ഒരു ഈവൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പടമാണ്. ഈ പടത്തിൽ ഞാനും കുറേ ആർട്ടിസ്റ്റും ഉണ്ട്. പിന്നെ ഒരു സോഷ്യൽ മെസ്സേജുള്ള ഒരു മൂവിയാണ്. അതേപോലെ തന്നെ എല്ലാ എലമെൻസും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. തിയേറ്ററിൽ പോയി കാണുക. ഒരു സപ്പോർട്ടേഴ്സ് ആൻഡ് വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഞാൻ നയന പ്രസാദ്. സ്കൈ ഷെയർ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ചാർലി ജി തോമസ് സംവിധാനം ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ലവ് എന്ന സിനിമയിൽ നിമ്മി എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ സിനിമയിൽ ഹേമന്ത് മേനോൻ, സായികുമാർ, അതേപോലെ തന്നെ പ്രിൻസ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ലേഡി ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ കഥാപാത്രം പുറത്ത് പഠിച്ചു വളർന്ന് വിവാഹത്തിന് ശേഷം നാട്ടിൽ വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്ന കുറേ കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ എൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ സിനിമ എല്ലാവർക്കും, കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പോൾ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സ്കൈ ഷെയർ പിക്ചേഴ്സ് ബാനറിൽ നിർമ്മിക്കുന്ന പടമാണ് സ്മാർട്ട് ഫോൺ ലവ്. ചാർലി ജി തോമസ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. എൻ്റെ കഥാപാത്രം ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ്. ഈ പടത്തിൽ എന്താണ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് ഈ ഇൻസിഡൻറ്റ് കൊണ്ടുപോകുന്നത്, അത് നിങ്ങൾ പോയി കാണുക. നമസ്കാരം, ഞാൻ പ്രിൻസ്. സ്കൈ ഷെയർ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ചാർലി തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന ആൻഷ്യൻ ക്ലോസ് നിർമ്മിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന മൂവിയിലാണ് ഞാൻ അഭിനയിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലീഡ് റോൾ ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്നോടൊപ്പം ആക്ട് ചെയ്തേക്കുന്നത് നാളെ സിനിമയിലെ മുൻനിര താരങ്ങളിൽ ആയ സായികുമാർ സാർ, അതേപോലെ നയന പ്രസാദ്, അതേപോലെ ഹേമന്ത് മേനോൻ, ബാലായി സാർ, ജയഷൻ സാർ, അങ്ങനെ വളരെയധികം നല്ലൊരു താരനിര തന്നെ ഈ മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ലളിതമായ ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഒട്ടും ബോറടിപ്പിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന മൂവി. Amazing experience here. I'm so grateful to be here with all of the crew. Everyone was amazing, and I'm so grateful for this amazing opportunity. Thank you so much. So this was a great experience. We all had such a good time, singing, mingling, and I can't wait to see the final product. So again, thank you so much for great, production, and everybody did a great job. The director, screenwriter, the music, all fantastic. So thank you so much, guys, for having us. I had a nice time here with all these nice, beautiful looking people. It's always about networking. You find good opportunities across the world. And yeah, I hope to see myself on screen among these ladies and gentlemen. Thank you. Alright, I want to thank everyone here at the production. It was an awesome time being here with you guys. I hope Smart for Love we can see it together and have a really fun time watching it as we had making it. I had such a good time with Smart for Love. I am so grateful for the opportunity. The atmosphere and the production is incredible. Thank you. Hi everyone, I'm very happy to be here to be part of this project, Smart for Love. It was a pleasure working with Charles, who is a huge director, and all of my fellow actors here. And that's it. I hope you guys enjoy it, and thank you very much. എൻ്റെ പേര് അശ്വതി അശോക്. സ്മാർട്ട് ഫോൺ ലവ് എന്ന മൂവിയിൽ ഞാനും അതിലൊരു ഭാഗമാണ്. അതിൻ്റെ ത്രൂ ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പ്രിയങ്ക എന്നാണ്. അപ്പോൾ ഫാമിലിക്ക് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. പിന്നെ ഇപ്പോൾ സൊസൈറ്റിയിൽ
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് മെയിനായിട്ട് മൂവിയിലുള്ളത് തന്നെ. ഗേൾസ് കൂടുതൽ എന്തൊക്കെയാണ് നേരിടുന്നത്, അവർക്ക് വരുന്ന ചതിക്കുഴികൾ, അവരൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് തന്നെ. അപ്പോൾ എല്ലാവരും ഇപ്പോഴുള്ള ജനറേഷൻ കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. ഇതിൻ്റെ ഡയറക്ടർ ചാൾസ് ആണ്. സാറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അസോസിയേറ്റ്സ് ആയാലും പിന്നെ അതിൻ്റെ DOP ആയാലും, DOP പ്രത്യേകിച്ച് എടുത്ത് പറയണം. ഷാഹു അത്രയ്ക്കും എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര കംഫർട്ടാണ്. ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് നമ്മൾ അത്രയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടെ വർക്ക് ചെയ്യുന്ന കോർട്ടേഴ്സ് ഹേമന്ത്, പിന്നെ സന്തോഷ് കീഴാറ്റൂർ, അങ്ങനെ ഒത്തിരി നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാലാജി, പിന്നെ പ്രമിൽ സിദ്ധാർത്ഥ്, പിന്നെ നമ്മുടെ സായികുമാർ സർ, അങ്ങനെ ഒത്തിരി നല്ല നല്ല ആർട്ടിസ്റ്റുകൾ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നല്ലൊരു മൂവിയിൽ പാട്ടാവാൻ കഴിഞ്ഞു, അത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും മൂവി പോയി കാണുക.